അസ്സലാമു അലൈക്കും. ഇപ്പോൾ വീട്ടിൽ ബ്രെഡ് ഇരിപ്പുണ്ടോ? നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 5 ബ്രെഡാണ്. ഈ 5 ബ്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ബട്ടൂരയുടെ റെസിപ്പിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാവൊക്കെ കുഴച്ച് ഈസ്റ്റൊക്കെ ചേർത്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ മണിക്കൂർ കുഴച്ച് വെച്ചിരുന്നിട്ടൊക്കെയാണ് നമ്മൾ ബട്ടൂര ഉണ്ടാക്കാറ്. ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 5 ബ്രെഡ് എടുത്ത് ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൈകൊണ്ട് പൊടിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ അതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് മൈദാമാവാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. വെറും പച്ചവെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം ചേർത്ത് കൊടുക്കണ്ട, പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞിട്ട് നമുക്ക്. അപ്പം കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ അതേ പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ചൊന്ന് മയപ്പെടുത്തി എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഉരുട്ടി ഓരോ ഉരുളകളായിട്ട് എടുക്കാം. അപ്പം മുഴുവൻ മാവ് ഞാനിവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകളും പറക്കി വെച്ച് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ഭൂരിയുടെ ഒരു വലിപ്പത്തിലൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനീ പരത്തുന്നതിൻ്റെ ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. എനിക്ക് ഇത്ര കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പൊന്നും ആക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങനെ ഐസ് ആക്കണ്ട, നമ്മൾ കുറച്ചൊരു തിക്നെസ് വേണം പരത്തിയെടുക്കാൻ. ഇനി നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ എണ്ണയിലേക്ക് നമുക്ക് പരത്തിയത് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിനെ ഒന്ന് എണ്ണയ്ക്കകത്തേക്ക് മുക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ എത്താത്ത ഭാഗത്തൊക്കെ കുറച്ച് എണ്ണ മുകളിലേക്ക് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ നമ്മുടെ ബട്ടൂര പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇട്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പം രാവിലെയൊക്കെ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഈവനിങ്ങിനൊക്കെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിക്കുമ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ഒന്ന് ഒരിയിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബട്ടൂര ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉരുളകളും ഇതുപോലെ പരത്തി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടൂര ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മാവ് കുഴച്ച് ഒരുപാട് നേരം വെച്ചേക്കാനും കാത്തിരിക്കാനും ഒന്നും നിൽക്കണ്ട. അപ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കടലക്കറിയുടെ കൂടെയോ സോയാബീൻ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ കൂടാതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കാം. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.